നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. നാലാം ദിവസവും പശ്ചിമേഷ്യ കലുഷിതം. റിയാദിലെ US എംബസിയിലെയും ദുബായിലെ ഓസ്ട്രേലിയൻ എയർബേസിലും ഡ്രോൺ ആക്രമണം. ബഹ്റൈനിലും സ്ഫോടനം. US സൈനികർ താമസിച്ച ഇറാഖിലെ എർബിൻ ഹോട്ടലിൽ ഇറാൻ മിസൈലുകൾ. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇറാൻ. കപ്പലുകൾ എത്തിയാൽ കത്തിക്കുമെന്ന് ഭീഷണി. ആക്രമണത്തിൽ ഇറാനിൽ മരണം 1700. എണ്ണവില കുതിക്കുന്നു. ലബനനിലും ടെഹ്റാനിലും ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് അമേരിക്ക. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന അവകാശവാദം. സൗദിയിലെ US എംബസി അടച്ചു. ഖമേനിയെ വധിക്കാൻ യുദ്ധതന്ത്രമൊരുക്കിയത് മൊസാദ് തന്നെ. ഇറാന്റെ പരമോന്നത നേതാവിനെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചത് മാസങ്ങളോളം. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളടക്കം ഹാക്ക് ചെയ്ത് മൊസാദിന്റെ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്നും നിശ്ചലമായി രാജ്യാന്തര വിമാന സർവീസുകൾ. ഡൽഹിയിൽ നിന്നും 40-ലധികം സർവീസുകൾ റദ്ദാക്കി. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും പ്രതിസന്ധി തുടരുന്നു. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാവാതെ കോവളത്ത് കുടുങ്ങി വിനോദസഞ്ചാരികൾ. ദുബായിൽ കുടുങ്ങിയ ബാഡ്മിന്റൺ താരം PV സിന്ധു നാട്ടിൽ മടങ്ങി വന്നു. മനം നിറച്ച് പൊങ്കാല. തലസ്ഥാനത്തെ വഴികളിലെല്ലാം പൊങ്കാല കലങ്ങൾ. 10,000-കണക്കിന് പേർക്ക് ഭക്തിയുടെ നിർവൃതി. പൊങ്കാല നിവേദ്യം അല്പസമയത്തിനകം. മതസൗഹാർദ്ദത്തിന്റെ പുത്തൻ കേരള സ്റ്റോറിയുമായി പൊങ്കാല. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാളയം ഇമാമും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ബിഷപ്പും. പൊങ്കാല പുണ്യം തേടി പ്രമുഖരും. ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. ഇത് എന്റെ 3ാമത്തെ പൊങ്കാലയാണ്. 3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു ഫുൾ ഗ്യാങ് ഉണ്ട്. അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമില്ലേ, അത് അമ്മ ഉറപ്പിച്ചുകൊണ്ട് വരിക. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം, നിറവുണ്ട്. എന്റെ മനസ്സിന് നിറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പൊങ്കാല ഇടുന്നത്. ഒരുപാട് സന്തോഷം. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. ഷാഫി പറമ്പിലിന്റെ നോമിനികളെ വീണ്ടും എത്തിക്കുന്നതിൽ പാലക്കാട് DCCയിൽ വിയോജിപ്പ്. ഇരവിപുരത്ത് RSPയിൽ തർക്കം. സംസ്ഥാന കമ്മിറ്റി അംഗം സജി D ആനന്ദ് രാജിവെച്ചു. ഷിബു ബേബി ജോണിന്റെ ഏകാധിപത്യമെന്ന ആരോപണം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ N വാസു EDക്ക് മുന്നിൽ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച്. SIT കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയതിന് പിന്നാലെ EDയുടെ അടുത്ത നീക്കം. ആരോഗ്യമന്ത്രിക്കെതിരായ വധശ്രമക്കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചത് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പത്തനംതിട്ടയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത വീണ ജോർജ്. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് വിടവാങ്ങിയത് കേരളത്തിന്റെ ദേശീയ മുഖം. സംസ്കാരം നാളെ രാവിലെ 9-ന്. വിശദമായി കിടക്കുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ന് 4ാം ദിവസമാണ്. അസാധാരണ സാഹചര്യങ്ങളിലേക്കാണ് ലോകം നീങ്ങുന്നത്. യുദ്ധം നേരിട്ട് ബാധിക്കുന്ന രാജ്യങ്ങൾക്ക് പുറമെ പരോക്ഷമായിട്ടാണെങ്കിലും യുദ്ധത്തിന്റെ കെടുതികൾ എല്ലാ രാജ്യങ്ങളും നേരിടുകയാണ്. ഇറാൻ തിരിച്ചടിക്കുന്നു. US-ന്റെ മുന്നറിയിപ്പ് അതിശക്തമാണ്. അതായത് യുദ്ധം തീർന്നിട്ടില്ല, ഇനിയും കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് US മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതേസമയം അതിർത്തി സംഘർഷം നേരിടുന്ന മേഖലകളിൽ നിന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് നീങ്ങാൻ
US പൗരന്മാർക്ക് എംബസിയുടെ നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ പല മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങൾ ഇറാനിൻ്റെ മിസൈൽ ആക്രമണം വരുത്തിയിട്ടുണ്ട്. അതേസമയം തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേലും അമേരിക്കയും. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലേക്കും സൈനിക നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേരുന്ന സംയുക്ത സേനാ നീക്കമാണ്. പഴയ പാർലമെന്റ് കെട്ടിടത്തിന് സമീപം അടക്കം വന്ന പുതിയ ബോംബുകൾ വീണ് പൊട്ടിയതായ വിവരങ്ങൾ പുതിയതായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലാണിപ്പോൾ ആക്രമണ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ വീണ്ടും മറുപടി നൽകിയാണ് അമേരിക്കയും ഇസ്രയേലും. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ പ്രത്യേകതയുള്ളതാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇറാനെ പൂർണ്ണമായും കീഴടക്കിയിട്ടേ തങ്ങൾ പിന്മാറൂ എന്ന കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇത് ആവർത്തിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇറാന്റെ തിരിച്ചടി, പ്രതിരോധം അതെങ്ങനെയാണ്? സജിത്ത്, ഇതുവരെയുള്ള സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ 176 കുട്ടികളടക്കം 700 പേരാണ് ഇറാനിൽ മാത്രം ഔദ്യോഗികമായി മരണമടഞ്ഞു എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരമാണിത്. തിങ്കളാഴ്ച മാത്രം 96 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സജിത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിക്കും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് GCC രാജ്യങ്ങളാകെ അമേരിക്കയ്ക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ഒപ്പമുണ്ട്, ഞങ്ങൾ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് സംയുക്തമായിട്ടാണ് നീങ്ങുന്നത് എന്നുള്ള പ്രസ്താവന വരുന്നു. തൊട്ടു പിന്നാലെയാണ് GCC രാജ്യങ്ങളിലെ വിവിധ അമേരിക്കൻ ഇസ്രായേൽ ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വീണ്ടും CNN CNN സംസാരിക്കുമ്പോൾ ട്രംപ് പറയുന്നത് വലിയ തരംഗം വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ കണ്ടതൊന്നും യുദ്ധമല്ല അല്ലെങ്കിൽ ആക്രമണമല്ല, വലിയ ആക്രമണം വരാനിരിക്കുന്നതേ ഉള്ളൂ, വലിയ വിജയത്തിലേക്ക് പോവും എന്ന് പറയുന്നു. അദ്ദേഹം ട്രംപ് എന്താണ് താൻ ഈ യുദ്ധം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുന്നു. 4 ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇറാന്റെ ആണവ മോഹം പൂർണ്ണമായും അവസാനിപ്പിക്കുക. 2, ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതെയാക്കുക. അതോടൊപ്പം തന്നെ 3, ഇറാൻ ഈ മേഖലയിൽ ഉയർത്തുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഉയർത്തുന്ന ഭീഷണി ഒഴിവാക്കുക. അങ്ങനെ 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, അത്തരം ലക്ഷ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. ഇറാന്റെ ആണവശേഷി, ഇറാന്റെ നാവികശേഷി, ഇറാന്റെ മിസൈൽ ശേഷി, ഇങ്ങനെയുള്ള ആയുധ ശേഷിയൊക്കെ ഇല്ലാതെയാക്കി ഇറാനെ ദുർബലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരെ വരാൻ പോകുന്നത് കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ലോകം പോകുന്നത് എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഈ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമാണ്. ഇരുവരും കനത്ത തിരിച്ചടിയിലേക്ക്, ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമാണ്, എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിലേക്ക് നേരിട്ട് ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മിസൈൽ ആക്രമണത്തിനൊക്കെയുള്ള സാധ്യത, അത്യത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇറാനിൽ നിന്ന് ഒരു മിസൈൽ വിദൂരമായ അമേരിക്കയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനേ കഴിയൂ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇറാന് ആ തരത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളികളെയും ഇന്ത്യക്കാരെ അടക്കം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നില്ലെങ്കിലും ഈ GCC രാജ്യങ്ങൾ, ഇറാനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അമേരിക്കൻ ബേസുകളുണ്ട്. ഇവയിൽ നിന്നൊന്നും ഇതുവരെ ഇറാനു നേരെയുള്ള ഒരു ആക്രമണത്തിന് അവർ ബേസ് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇറാനെതിരായ യുദ്ധത്തിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്നു. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനൊപ്പമല്ല നിൽക്കുന്നത്. ഈ യുദ്ധത്തിലടക്കം അമേരിക്ക ഇസ്രായേൽ പക്ഷത്തു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിലെ ബേസുകൾക്ക് നേരെ ആക്രമിക്കാനുള്ള ശേഷി ഇറാന് ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തെ ഡ്രോണുകൾ, അത് ലോകത്തെ തന്നെ മികച്ച ഡ്രോണുകളിൽ പ്രധാനപ്പെട്ടവ തന്നെയാണ്. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളാണെങ്കിലും ഒരേ സമയം 5 ലക്ഷ്യങ്ങളിലേക്ക് താഴ്ന്നു പറക്കാനും ഈ ഡ്രോണുകൾ നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരേ സമയം 5 ലക്ഷ്യങ്ങളിലേക്ക്
ആയുധങ്ങൾ തൊടുത്തുവിടാനും ഒക്കെ ശേഷിയുള്ള ഡ്രോണുകളാണ്. ഇപ്പോൾ തന്നെ ഏകദേശം അനൗദ്യോഗിക കണക്കനുസരിച്ച് 800ഓളം വരുന്ന ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് വിവിധ രാജ്യങ്ങളുടെ കണക്കുകൾ വരുന്നത്. 200-ലധികം ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ തന്നെ എന്തായാലും പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും ഇറാന്റെ പക്കൽ ശക്തിയേറിയ മിസൈലുകൾ അടക്കമുണ്ട്. ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തിരിച്ച് കൂടുതൽ ആക്രമണം നടത്തുന്ന ഇറാനൊപ്പം തന്നെ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണത്തിനൊപ്പം തന്നെ ലെബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ശക്തമായി തന്നെ നടക്കുകയാണ്. ഹിസ്ബുള്ള ഇറാനു വേണ്ടി ശക്തമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൽ ആക്രമണം നടത്താൻ കൂടുതൽ അടുപ്പമുള്ള രാജ്യം എന്ന് പറയുന്നത് ലെബനാനാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിഷയം ഈ സമീപ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അപകടങ്ങൾ പ്രധാനമായും ഇറാന്റെ മിസൈലുകളും ഇറാന്റെ ഡ്രോണുകളുമൊക്കെ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടങ്ങളാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇത്രയധികം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സമീപ രാജ്യങ്ങൾ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ സ്വാഭാവികമായും അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീണുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുണ്ട്. അത്തരം തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് പ്രധാനപ്പെട്ട വിഷയം ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതാണ്. ഇറാൻ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത് ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കുന്നതാണ്. ലോകത്ത് എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന ഏത് കപ്പലുകളായാലും ഈ കടലിടുക്ക് വഴി വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു സ്വഭാവം കണ്ടാൽ അറിയാം. ആ കടലിടുക്കിലൂടെ കടന്നു പോകണമെങ്കിൽ ഇറാൻ നിയന്ത്രിത പ്രദേശത്തുകൂടി കടന്നു പോകാതെ പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിലൂടെ കടന്നു പോകാതെ കപ്പലുകൾ കടന്നു പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 150-150 കപ്പലുകൾ എണ്ണയുമായി വരുന്ന ടാങ്കറുകൾ അവിടെ കടലിടുക്ക് കടന്നു പോകാൻ കഴിയാതെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ലോകത്തെ ഈ ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇത് എണ്ണ വിലയടക്കം കാര്യമായി ബാധിക്കും. എണ്ണ വില വെള്ളിയാഴ്ച ബാരലിന് $73 ആയിരുന്നത് ഇപ്പോൾ $79 എത്തിയിട്ടുണ്ട്. ഇത് $200 വരെ എത്താൻ ഇങ്ങനെയൊരു യുദ്ധം ഇങ്ങനെയൊരു യുദ്ധം നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ ഇത് 2 ആഴ്ചത്തേൽ 20 ദിവസത്തേക്കൊക്കെ നീണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ കൂടുതൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് വരികയാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ നീക്കത്തിലടക്കം തടസ്സം നേരിട്ട ഇന്ത്യക്കടക്കം ഇന്ധനക്ഷാമത്തിന് റഷ്യ അടക്കം വീണ്ടും ആശ്രയിക്കേണ്ടി വരും. എന്തായാലും അത്തരം ചില കാര്യങ്ങൾ കൂടി ലോകത്തെ ബാധിക്കുന്ന അത്തരം ചില വിഷയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അമേരിക്ക 12 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മരണം 10 ആയി എന്നാണ് പറഞ്ഞതിൽ US സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അവർ പുറത്തുവിടുന്നുണ്ട്. അതുപോലെ 3 F-15 വിമാനങ്ങളാണ് തകർത്തു എന്നുള്ള വിവരങ്ങളും ആണ് പുറത്തു വരുന്നത്. F-15 വിമാനങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് ഒരു യുദ്ധത്തിലും F-15 വിമാനങ്ങൾ തകർത്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ച് പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. പരമ്പരാഗതമായി തന്നെ യുദ്ധശേഷിയും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അവസാന യുദ്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കാനുള്ള യുദ്ധത്തിലേക്കാണ് അമേരിക്കയും ഇസ്രായേലും നീങ്ങുന്നെങ്കിൽ അവരുടെ തിരിച്ചടിയും അത് ആത്യന്തികമായി ആര് വിജയിക്കുമെന്നതിനപ്പുറത്തേക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സൗദിയും അടക്കമുള്ള രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിഗതിയാണ്. സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുലർച്ചെയായിരുന്നു ഇന്ന് ഈ ആക്രമണം ഉണ്ടായത്. സൗദി പ്രതിരോധ വകുപ്പ് തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഖത്തറിലും വ്യാപകമായ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ ആക്രമണം എന്ന് പറയുമ്പോൾ ഖത്തറിലെ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നതിനപ്പുറത്തേക്ക് ഖത്തറിൻ്റെ ആകാശത്ത് വെച്ച് ഇറാന്റെ മിസൈലുകൾ ഇറാന്റെ ഡ്രോണുകൾ അടക്കം നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വെടിവെച്ചിടുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റ് സംവിധാനങ്ങളിലൂടെ അതിനെ നശിപ്പിക്കുന്നു. അത് കത്തി ഖത്തറിൻ്റെ ആകാശത്ത് വീണ് അതല്ലെങ്കിൽ ഖത്തറിൻ്റെ ഭൂമിയിൽ വീണ് ഉണ്ടാകാവുന്ന തീപിടുത്തം ഇത്തരം അപകടങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാൻ തീരത്തിന് 5 നോട്ടിക്കൽ മൈൽ അകലെ ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബഹ്റിൻ US എംബസിയും എയർബേയും ആക്രമിച്ചെന്ന് IRGC തന്നെ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. IRGCയുടെ അവകാശവാദത്തോട് ബഹ്റിൻ പക്ഷേ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. IRGC എന്ന് പറയുന്നത് ഇറാന്റെ സായുധ സേനയാണ്. 20 ഡ്രോണും 3 മിസൈലും US എംബസിയെ ലക്ഷ്യമിട്ട് അയച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. 70 മിസൈൽ ബഹ്റിൻ വെടിവെച്ചിട്ടു എന്ന് ബഹ്റിൻ അവകാശപ്പെടുന്നു. 76 ഡ്രോണുകളും അവർ വെടിവെച്ചിട്ടതായി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അവിടെ തുടർച്ചയായി ആളുകൾ
ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭീതിയുടെ അന്തരീക്ഷം അവിടെ അങ്ങനെ കാര്യമായി ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ഭീതിയുടെ ഒരു അന്തരീക്ഷം എപ്പോഴും അവിടെയുമുണ്ട്. കുവൈറ്റിൽ ഇതുവരെ 178 മിസൈലുകളും 354 ഡ്രോണുകളും തകർത്തുവെന്നാണ് കുവൈറ്റ് അവകാശപ്പെടുന്നത്. കുവൈറ്റ് സൈന്യത്തിൻ്റെ 27 പേർക്കാണ് പരിക്ക് പറ്റിയതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE 182-ൽ 169 മിസൈലുകളും ഇറാൻ പ്രതിരോധിച്ചു. 645 ഡ്രോണുകൾ UAE ലക്ഷ്യമാക്കി എത്തിയെന്നാണ് പറയുന്നത്. 44 ഡ്രോണുകൾ വിവിധയിടങ്ങളിലായി പതിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE 2 ഡാറ്റാ സെന്ററുകളിൽ ഡ്രോൺ ആക്രമണത്തിൽ നേരിട്ട് തകർന്നതായി ആമസോൺ വെബ് സർവീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പ്രധാനപ്പെട്ട GCC രാജ്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ആക്രമണമോ അപകടമോ ഒക്കെ ഉണ്ടാവുകയാണ്. ട്രംപും നെതന്യാഹുവും നൽകുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഇത് കൂടുതൽ കടുത്ത രീതിയിലേക്ക് തുടരാൻ വരുന്ന 2 ആഴ്ചയെങ്കിലും ഇത് യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്ന തരത്തിലേക്കുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നൽകുന്നതോ സമവായത്തിൻ്റെ അന്തരീക്ഷം നൽകുന്നതോ ആയ വാക്കുകളല്ല അമേരിക്കൻ രാഷ്ട്രത്തലവനിൽ നിന്നും അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നും ഇസ്രായേൽ രാഷ്ട്രത്തലവൻ ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നും ഉണ്ടാവുന്നത്. അതാണ് സാഹചര്യം. കിരൺ സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടി ഉണ്ടാകുന്നുണ്ട്. ചൈന ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഫോറിൻ മന്ത്രി വാങ് ഹി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസുമായിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ഭരണപ്രദേശത്ത് ഇറാൻ്റെ പരമാധികാരം നിലനിർത്തി പോരാടുന്നതിന് ഇറാൻ എല്ലാ പിന്തുണയും നൽകുന്നു എന്ന തരത്തിലാണ് ഈ നീക്കം കൂടി വരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കിരൺ, ഒരു കാര്യം കൂടി, ചൈനയ്ക്ക് എന്ത് നിലപാടെടുക്കുമെന്നത് ഈ ലോക സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ഇതുവരെ സ്വന്തം സേനയെ മൂന്നാമതൊരു കക്ഷിക്ക് വേണ്ടി നേരിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു നീക്കമൊന്നും ചൈനയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ പ്രസ്താവനയിലും അതൊന്നും പ്രകടമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ചൈന ഇറാനൊപ്പം ചേരുന്നു. ഇറാനൊപ്പം ആരൊക്കെ, ഏതൊക്കെ ലോകശക്തികൾ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ആരും ഇതിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുമില്ല. എന്തായാലും ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് ചൈന മാറുകയാണോ? ഇതുണ്ടാക്കുന്ന ഒരു ലോക സാഹചര്യം എന്തായിരിക്കും? സജിത്തെ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയുധ ശക്തികളാണ്. രഹസ്യ വിവര ശേഖരണത്തിലുമൊക്കെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികൾ ഈ 2 രാജ്യങ്ങൾക്കുമുണ്ട്. ഈ 2 രാജ്യങ്ങളാണ് ഇപ്പോൾ നേരിട്ട് ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇവരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അങ്ങനെ ഒരു ശക്തി എന്ന് പറയുന്നത് റഷ്യ, ചൈനയാണ്. പിന്നീട് ഇന്ത്യയെ പോലുള്ള രാജ്യമാണ്. ഇന്ത്യ എന്തായാലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രയേലിന് ഏറെക്കുറെ അനുകൂലമായ ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ചൈനയും റഷ്യയുമാണ് പിന്നീടുള്ളത്. ചൈനയിലെ ഒരു സ്ഥിരം നയം എന്ന് പറയുന്നത് ചൈനീസ് ഭരണാധികാരികൾ ലോകത്തെവിടെയെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊന്നും അവർക്ക് ഇടപെടാൻ ശേഷിയുണ്ടെങ്കിലും ഞങ്ങളുടെ വിഷയത്തിലല്ലാതെ മറ്റൊരു വിഷയത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന തരത്തിലെ ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ചൈനയ്ക്ക് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഭീഷണി വരാത്ത ഏത് വിഷയത്തിലും അവർ ലോകത്ത് എന്ത് അതിക്രമം നടന്നാലും എന്ത് ചൈനയ്ക്കയുടെ മറ്റ് താല്പര്യങ്ങളൊക്കെ എതിരായ നീക്കം വന്നാലും ഒന്നും അത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു രാജ്യമല്ല ചൈന ഇപ്പോഴും ആ സ്ഥിതി തന്നെ തുടരുകയാണ്. ചൈനയുടെ സൈനികരെ ലോകത്ത് മറ്റെവിടെയെങ്കിലും യുദ്ധത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന രീതി ഒന്നുമില്ല. മറ്റൊന്ന് റഷ്യയാണ്. റഷ്യയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഇടപെടാൻ കഴിഞ്ഞ 2-3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടു നിൽക്കുകയാണ് റഷ്യയ്ക്കും അങ്ങനെ നേരിട്ട് ഇതിലൊക്കെ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. റഷ്യയെ സംബന്ധിച്ച് ഇറാനും റഷ്യയും തമ്മിൽ അടുത്ത ബന്ധം ദീർഘകാലമായി ഉള്ള 2 രാജ്യങ്ങളാണ്. ചൈനയും ഇറാനുമായും ആ തരത്തിലേക്കുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ റഷ്യയാണ് കൂടുതൽ അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യം. ചൈനയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി, ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും നേരിട്ട് ഇവർ ഈ വിഷയം അവസാനിപ്പിക്കാൻ ഇടപെടുന്നു എന്നതിനപ്പുറത്തേക്ക് നേരിട്ട് ഇറാന് ഒരു യുദ്ധത്തിനൊരു സഹായം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന മട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ നിലവിൽ എന്തായാലും കാണുന്നില്ല. അങ്ങനെ ഈ ഒരു പുതിയ ലോകക്രമത്തിൽ അങ്ങനെ ഒരു ശ്രമത്തിന് ചൈന മുതിരുമോ എന്നുള്ളത് എന്തായാലും നിലവിൽ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വിഷയത്തിലും ചൈന അത്തരം ഒരു നിലപാടുകൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഒരു നയതന്ത്ര ഇടപെടൽ നടത്തുന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും അല്ലെങ്കിൽ പരോക്ഷമായ രീതിയിൽ പല രാജ്യങ്ങളെയും ഈ രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ നൽകിയും അതോടൊപ്പം തന്നെ സാങ്കേതിക സഹായം നൽകിയും ഒക്കെ സഹായിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് നേരിട്ട് ഇതിൽ പങ്കാളികളായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത്തരം സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ചില ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാൻ്റെ നതാൻസ് ന്യൂക്ലിയർ സൈറ്റിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് മുമ്പും അതിനുശേഷവും ഉണ്ടായ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ഏറെക്കുറെ പൂർണ്ണമായ അവസ്ഥ എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി ഈ 2 മാസം മുമ്പ് ഉള്ള ചിത്രവും അതിനുശേഷം ഇപ്പോഴത്തെ ചിത്രങ്ങളുമാണ്
പുറത്തു വരുന്നത്. കാര്യമായ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഇറാന്റെ അടക്കമുള്ള അവകാശവാദം. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് പോലും ആഴ്ന്നിറങ്ങിച്ചെന്നു അതിശക്തമായ പ്രഹരശേഷി ഉണ്ടാക്കുന്ന ബോംബുകളാണിത്. അങ്ങനെയെങ്കിൽ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ നാശനഷ്ടത്തിൻ്റെ കണക്കുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇറാനിൽ 4.3 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഒരു എർത്ത് കേക്ക്, ഒരു ഭൂകമ്പമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സംഘർഷവും സാഹചര്യങ്ങളും ഒക്കെ ഇറാനെതിരായി മാറുന്നു എന്നതാണ് അവസ്ഥ. അത് ഗുരുതരമായ പ്രതിസന്ധിക്ക് ഇടവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോക സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ അതിപ്രധാനമാണ് എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കിരൺ, ഒരു കാര്യം കൂടി, നമുക്ക് ഈ സാഹചര്യങ്ങൾ നോക്കുമ്പം ഇന്ത്യ ഈ വിഷയത്തിൽ എടുക്കുന്ന നയതന്ത്രം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യക്ക് നന്ദി പറയുകയായിരുന്നു. കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ടെലിഫോൺ കോൺവെർസേഷനിൽ വളരെ പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് നെതന്യാഹുവിൻ്റെ അവകാശവാദം. സ്വാഭാവികമായും ഇന്ത്യ ഒരു തന്ത്രപരമായ നയതന്ത്രമാണോ ഈ വിഷയത്തിൽ സ്വീകരിക്കുക? സജിത്ത്, അങ്ങനെ വേണം കരുതാൻ. കാരണം ഇറാൻ പരമ്പരാഗതമായി ഇന്ത്യയുമായി വളരെ സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലും ജമ്മു കാശ്മീരിനെ ചൊല്ലിയുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദത്തിലുമൊക്കെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ആ തരത്തിൽ ഈ ആക്രമണം നടക്കുന്നതിന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ വധിക്കാൻ ഇസ്രയേൽ വധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. സ്വാഭാവികമായും ഇത്തരമൊരു വലിയ യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരമൊരു ലോകം തന്നെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു നീക്കവുമായി ഇസ്രയേൽ എത്തുമ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു പിന്തുണ കൂടി ഇന്ത്യയെ പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പിന്തുണയൊക്കെ ഇസ്രയേലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരസ്യമായി ഇറാനെ അയത്തുള്ള അലി ഖമനേയുടെ വധത്തിൽ അനുശോചിക്കുകയോ അല്ലെങ്കിൽ അതിനെ അപലപിക്കുകയോ ഒന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട GCC രാജ്യങ്ങളടക്കം അപലപിക്കാതിരിക്കുമ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ തന്ത്രപരമായ ഒരു മൗനം പാലിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഇസ്രയേലുമായിട്ടുള്ള ഇപ്പോഴത്തെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ എടുത്തു വേണം. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഇന്ത്യ നൽകുന്ന പിന്തുണയെ പരസ്യമായി തന്നെ അവർ പറയുന്നു. എങ്ങനെയാണോ ട്രംപ് GCC രാജ്യങ്ങൾ നൽകിയ പരസ്യ പിന്തുണയെക്കുറിച്ച് പുറമേക്ക് പറഞ്ഞ് അവകാശവാദം, GCC രാജ്യങ്ങൾ അങ്ങനെയൊന്ന് പുറമേക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായില്ലെങ്കിലും ട്രംപ് അത് തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇസ്രയേൽ അത് കൃത്യമായി തന്നെ പറയുന്നു, ഞങ്ങളുടെ കൂടെ ഇന്ത്യയുണ്ട്, ഇന്ത്യ പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഞങ്ങൾക്കുണ്ട്. അതിന് നന്ദി അറിയിച്ചുകൊണ്ടൊക്കെ അവർ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇന്ത്യ ഇത് എങ്ങനെ വരുന്നു എന്നത്, ലോകക്രമത്തിൽ അത് എങ്ങനെ മാറ്റം വരുത്തുന്നു എന്നൊക്കെ നോക്കിയിരുന്ന് അതിനനുസരിച്ച് പ്രതികരിക്കാമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനം ഈ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോണിയാഗാന്ധി അടക്കം ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ മൗനത്തിനെതിരെ സോണിയാഗാന്ധിയാണ് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള അയത്തുള്ള അലി ഖമനയുടെ ഭാഗത്തെപ്പറ്റി മൗനം പാലിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് കോൺഗ്രസ് കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പലതും ഇങ്ങനെ ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ നേതാവിനെ മറ്റൊരു രാജ്യം കൊലപ്പെടുത്തുമ്പോൾ ഇന്ത്യ അങ്ങനെ അതിനെ അപലപിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിനുണ്ട്. പരമ്പരാഗതമായി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയം, ഇന്ത്യ പാകിസ്ഥാൻ തർക്ക സമയത്തിൽ പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് ഐക്യരാഷ്ട്രസഭയിലടക്കം എടുത്ത രാജ്യമാണ് ഇറാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അത്തരം ചില കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം അടക്കം നയതന്ത്രജ്ഞനുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല. തന്ത്രപൂർവ്വം ആലോചിച്ച ശേഷം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. അതാണ് സാഹചര്യം. ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ കൂടി പ്രസക്തമാണ്. ഇത് അവസാനിക്കാത്ത യുദ്ധമല്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. നിലവിലെ സർക്കാരിനെ താഴെയിറക്കാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശ്രമമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. I hear the people are saying we're going to have an endless war here. You're not going to have an endless war. Now, of course, it's up to the people of Iran in the final count to change the government. But we are creating, America and Israel together are creating the conditions for them to do so. And I think peace between Israel and Saudi Arabia would be really possible and probably very close once this thing happens. So this is a gateway for peace, for a broader peace. And I believe that we can achieve it. I said it could be quick and decisive. It may take some time, but it's not going to take years.
It's not an endless war. In fact, it's an effort right now to achieve the peace that we all yearn and pray for. And I think together we'll achieve it. ഇതാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാം, പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ ഇറാനെ തീർത്ത് കളയും, അവിടുത്തെ ഭരണത്തെ തന്നെ മാറ്റുമെന്നതാണ്. ഇപ്പോഴത്തെ ഈ പ്രതിരോധമൊന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവസ്ഥ. ഇതിനിടയിൽ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നതാൻസ് എന്ന അതിസുപ്രധാനമായ ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റിൽ നടത്തിയ നീക്കങ്ങൾ, സൈനിക നീക്കം, അതുണ്ടാക്കിയ നാശനഷ്ടത്തിൻ്റെ വ്യക്തത കൂടി വരുന്നുണ്ട്. കിരൺ ബാബു നമുക്കിപ്പം തുടരുന്നുണ്ട്. കിരൺ, ഈ ഇറാനുമേൽ വലിയ നാശനഷ്ടമുണ്ടാക്കുന്നതായിരുന്നു ആദ്യ ദിനത്തെ പോരാട്ടം. അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളിൽ ന്യൂക്ലിയർ വെപ്പൺസിനെ ചൊല്ലിയുള്ള തർക്കമാണല്ലോ ആത്യന്തികമായി ഇവിടെ സംഭവിച്ചത്. അവിടെ ആ സൈറ്റിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നതാണോ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളൊക്കെ തെളിയിക്കുന്നത്? സജിത്ത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴത്തെ ഈ ആക്രമണം സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങളിൽ സ്ഥിരീകരണം പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളടക്കം പലപ്പോഴും പുറത്തു വരാറുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളുടെ എത്രത്തോളം ആധികാരികമാണ്, ഈ ദൃശ്യങ്ങൾ വരുന്നതനുസരിച്ച് പൂർണ്ണമായും അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായാലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അവിടെ വലിയ തരത്തിലേക്കുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇപ്പോഴുള്ള കഴിഞ്ഞ വർഷം ഇറാനിലെ ഈ പറയുന്ന ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നൊക്കെ അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിലൊക്കെ എത്രത്തോളം തകർച്ചയാണ് ഇതിനുണ്ടായിട്ടുള്ളത്, അത് പൂർണ്ണമായും തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ആണവ വികിരണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരാതെ നമുക്ക് അവിടെ പൂർണ്ണമായും ആക്രമണം ഉണ്ടായെന്നോ തകർന്നോ എന്നോ പറയാൻ കഴിയില്ല. പക്ഷേ ദൃശ്യങ്ങൾ കാഴ്ച എന്ന് വ്യക്തമാകുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ സ്ഥലത്ത് തന്നെയാണോ ഈ പറയുന്നത് പോലെയുള്ള ആണവ കേന്ദ്രം ഉണ്ടായിരുന്നത് എന്നതിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് സ്ഥിരീകരണം നൽകാൻ കഴിയൂ. അതാണ് സാഹചര്യം. എന്തായാലും വലിയ തരത്തിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നത്. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 3 മലയാളികൾ വൈകാതെ കൊച്ചിയിൽ എത്തും. പാലക്കാട് സ്വദേശികളായ കൃഷ്ണദാസ്, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, 3 വയസ്സുള്ള മക്കൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിയത്. കേരളത്തിൽ നിന്നടക്കമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി മുടങ്ങിക്കഴിഞ്ഞു. എയർപോർട്ടുകളിൽ കുടുങ്ങിയവരുമായുള്ള 8 വിമാനങ്ങളാണ് അബുദാബിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഘം എത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒമാൻ സർവീസും ഉടൻ ആരംഭിക്കും. ഇൻഡിഗോ എയർവേസും ഉടൻ സർവീസ് തുടങ്ങാനാണ് സാധ്യത. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം പ്രതിസന്ധിയിലാക്കിയ ഒരു വിഭാഗം കേരളത്തിലുണ്ട്, കോവളത്തുണ്ട്. കോവളത്തിലെത്തിയ വിദേശ വിനോദസഞ്ചാരികളിൽ പലർക്കും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവാൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അവർക്കാവട്ടെ ഈ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനൊപ്പം നിലപാടെടുക്കാനല്ല അവരുടെ താല്പര്യം, മറിച്ച് സമാധാനമുണ്ടാവട്ടെ എന്നതാണ് അവരുടെ നിലപാട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം കനത്തതോടെ കേരളത്തിലും നിരവധി വിദേശികളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോവളം ബീച്ചിലാണ്. കോവളത്ത് റഷ്യയിൽ നിന്നും മോസ്കോയിൽ നിന്നുമൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഈ ടൂറിസം സീസൺ ആഘോഷിക്കുന്നതിന് വേണ്ടി കോവളത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ അവർക്ക് പലർക്കും തിരികെ മടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നോടൊപ്പം മോസ്കോയിൽ നിന്നെത്തിയ ഒരു വിനോദസഞ്ചാരി ചേരുന്നു. വാട്ട്സ് യുവർ ഗുഡ് നെയിം? My name is Anna. Yes. When did you reach here? Yes, Russia from Russia, Moscow. Moscow. Yes, Okay. Moscow. Are you heard about the war situation there? My situation bad. I'm Moscow 3 March today, and now my самолет close in beach Indian. То есть остаюсь здесь. For how long you will be here? Yes. For how long days? Because of this war? Days go home сегодня, но now my самолет
отменили. Etihad, no. Race, no. No flights. No, No flights no from flights. here. No flights in my home. My mama, my father inform. Be here. Yes, Be safe here. yes. Здесь, пока здесь, 4 days, free 4 days и будет normal. Okay. You are a group? You belong to a group? No group. My sister, my daughter. И, Your family members only. my family in Moscow и my family здесь. Okay. Okay. Okay, thank you. Да, спасибо. Both of you from? Italy. From Italy. Yes, from Italy. Okay. For how long days you are at Kerala? Right now, 1 month. 1 month. 1 month. Have you heard about the war situation between Iran and Israel? How is a hard situation, and also for us it's not easy because we were planning to come back in Italy on 12 on March, but right now we don't know if we will come back. How will you go back? We You are don't know. confused about it. We cannot know nothing because the flight now is not available till 5th of March. Then they decided if the area must You are getting any alert from the department? Foreign No, nothing. Because people are received the advertise if they come back till 5th of March. Then we cannot receive nothing. We are waiting for news about this. Because it's an Emirates flight, our. And so at the moment I've seen that till 5th of March it's not possible to go back. But our flight is 12th. And what will you do? We try we are- to have another chance to come back. We hope. At the moment we are waiting, we are positive. So We it's, can change company, probably. We can change our route, our travel, and not have a point in Dubai because it's not possible. Probably we have to around this area with another company. My name is Arno, You are from? France. There's a war going on between Iran and Israel. Yeah, makes the world more insecure, and all this trouble with the airport, it affects all the world. And Has it affected your journey? my minds, but not really my journey. But my mind said, yeah, sure, it's like the world go more on a World III, and You are with Israel or Iran? I cannot say that I am with one or other country. I hope one day they're going to be in peace, and You are supporting more peace war. only. Huh? No more war. Not for Israel, not for Iran, but I hope peace going back. Yeah. You are from? Ukraine. Your name? Elena. For how long days you are at Kolam? For 4 days. I heard about the war between Iran and Israel. Yes, of course. How it affected your journey back? Well, we're leaving in a few days, and we have a layover in Kuwait, and the airspace of Kuwait is closed. So our flight was cancelled, and we are waiting for the further information how to go back, because we have to start working next week. ഇതാണ് ഇവിടെ കുടുങ്ങിയ വിനോദസഞ്ചാരികളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ഇതാണ്. 30 മിനിറ്റ് മാത്രമാണ്. നമുക്കറിയാം ഞങ്ങളുടെ പിന്നിൽ പണ്ടാരടുപ്പിൽ പൊങ്കാല റെഡിയായിരിക്കുകയാണ്. ഇനി നിവേദ്യം കഴിപ്പിക്കാനായി കാത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും അമ്പലത്തിലേക്ക് ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു
മണിക്കൂർ 3:15 കൂടി ക്ഷേത്രം അടയ്ക്കും. അപ്പൊ അതിനു മുൻപ് ദേവിയെ കണ്ട് തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഒരു ഭാഗത്ത് അന്നദാനം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാല മഹോത്സവം അതിന്റെ ഏകദേശം ഒരു അവസാന പങ്ക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2:45 നിവേദ്യം സമർപ്പിക്കുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് സമാപനമാവും. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലോ. അടുത്ത വർഷം വരുന്നതിന് വേണ്ടിയിട്ടുള്ള വ്രതമെടുപ്പും ഇനി അടുത്തുള്ള കാര്യങ്ങളിലൊക്കെ ആളുകളിലേക്ക് കടന്നു കഴിഞ്ഞു. അതെ, ഇനിയിപ്പോ നമുക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന ഒരു ടീം ചേരുകയാണ്. കോഴിക്കോട് നിന്നാണ് നിങ്ങൾ ഇന്ന് പൊങ്കാലയിടാനായി എത്തിയിരിക്കുന്നത്. എവിടെയാ പൊങ്കാല? എല്ലാവരും ഒന്നിച്ചാണോ കോഴിക്കോട്? ഞാൻ ബാംഗ്ലൂരിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് എത്തിയവരാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? 10 വർഷമായി വരുന്നു. 10 വർഷമായി വരുന്നു. 10 വർഷമായിട്ട് ഈ ഒരു ടീമായിട്ട് തന്നെയാണ് എല്ലാ വർഷവും വരിക. ഏതാ സ്ഥലം? ഏതാ? കോഴിക്കോട് ജോലി ചെയ്യുന്ന സ്ഥലം? ജോലി ചെയ്യുന്നത് താമസിക്കുന്നത് കോഴിക്കോട്. അവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ് ഇവരൊക്കെ? വീട് കോഴിക്കോടാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോ ഫ്രണ്ട്സ് ആണ് അവർ. ഇപ്പോൾ 10 വർഷമായി ഇടുന്നവരുണ്ട്. ഇത് ആദ്യത്തെ പൊങ്കാലയാണോ? എന്റെ ആദ്യത്തെ. എങ്ങനെയുണ്ട് പറഞ്ഞു കേട്ട എക്സ്പീരിയൻസ്? അതിലും ഗംഭീരമാണ്. 10 വർഷമായിട്ട് എന്താണ് ആറ്റുകാലുമായിട്ട് അടുപ്പിക്കുന്ന ഒരു ഘടകം? ഞാൻ 2014 വരുമ്പോ ഭയങ്കര കുറെ ടെൻഷനും വിഷമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടന്നു. ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം പോലും വരാതിരിക്കാൻ പറ്റുന്നില്ല. ആ ടൈമായി എന്തായാലും വരില്ല എന്ന് വിചാരിച്ചാൽ ആ സമയം അമ്മയുടെ അനുഗ്രഹം തന്ന് വരാറുണ്ട്. വലിയ ഭക്തരാണോ? വലിയ ഭക്തരാണ്, അമ്മയുടെ വലിയ ഭക്തരാണ്. അപ്പോ ഇത് ഗുരുവായൂരാണ് സ്ഥലം, അല്ല പാലക്കാടാണ് സ്ഥലം. പാലക്കാടാണ് സ്ഥലം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും പോകുന്നത്. ഗുരുവായൂർ ഭക്തിയാണ്, ഗുരുവായൂരപ്പന്റെ ഭക്തയാണ്. ഗുരുവായൂർ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അതെ, ഞാൻ ഗുരുവായൂരിലാണ്. ഒരു 40 കൊല്ലം ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെ പടിഞ്ഞാറ് നടയില്ല. അപ്പൊ ഈ വളരെ ക്ലോസ് ആണ്. അപ്പൊ ആറ്റുകാൽ കണ്ടപ്പോ അടുത്ത് തൊഴാനുള്ള സൗകര്യമൊക്കെ കിട്ടി. വലിയ സന്തോഷം. ഞാൻ ഒരു 30 കൊല്ലമായിട്ട് വരുന്നു ഈ പൊങ്കാലയ്ക്ക്. എന്തായാലും അമ്മയുടെ അടുത്ത് വരുമ്പോ അനുഭൂതി അല്ലാണ്ട് മാത്രമല്ല അമ്മേനെ കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. ദർശനം കഴിഞ്ഞു. ഇപ്പോഴും ദർശനം കിട്ടും. നേരത്തെ വരും. 2 ദിവസം കഴിയുമ്പോൾ ദർശനം നന്നായിട്ട് കിട്ടും. കോഴിക്കോട് നിന്ന് എത്തിയവരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവരോട് സംസാരിക്കുന്നത്. അപ്പോ ഗുരുവായൂർ സ്ഥിരം പോകുന്നവരാണ്. അവിടെ നിന്ന് പരിചയപ്പെട്ടവരുണ്ട്. ഇപ്പൊ കോഴിക്കോട് ഈ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ആളുകളുമായിട്ട് വരികയാണ്. അപ്പോ ഇങ്ങനെ തന്നെയാണ് ഓരോ വർഷവും എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പറഞ്ഞ് ഈ മഹിമ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ് കാണുന്നത്. അതെ, സാധാരണ ഇവർ ടെലിവിഷനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആളുകള് ഇതിന്റെ ഒരു അത്രയേറെ പ്രചാരണം കൊണ്ടും ഈ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ രാവിലെ നമ്മൾ ഈ ക്ഷേത്ര നടയിലേക്ക് എത്തുമ്പോൾ കാണുന്നത്, അവർ പറയുന്നത് വലിയ തിരക്കാണ്. കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ വലിയ തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെടുന്നത് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ അത്രയും പ്രചാരണത്തിലുള്ള കാരണവും അത് തന്നെയാണ്. ദേവി നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മളുടെ ആഗ്രഹം സാധിച്ചു നൽകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കാരണം അത്രമാത്രം സ്ത്രീകൾ ഒരുമിച്ച് വരുന്ന ഒരു ദിവസം, അത് ആറ്റുകാൽ പൊങ്കാല ദിവസമല്ലാതെ മറ്റൊന്നും തന്നെ നമ്മൾ കാണാൻ കഴിയില്ല. ഇന്ന് തിരുവനന്തപുരത്തിന്റെ നഗരങ്ങൾ ഒട്ടാകെ, നഗരഹൃദയം ഒട്ടാകെ ഇതുപോലെ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുകയാണ് ദേവിക്ക് വേണ്ടി. അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി, ആഗ്രഹം സാധിച്ചവർ ഓരോ വർഷവും ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ അടുത്ത വർഷവും വരുമെന്ന് നേർന്നുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഓരോ വർഷവും കഴിയും തോറും ഈ ആറ്റുകാൽ അമ്മയുടെ ഒരു പ്രശസ്തി വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ മഹത്വം അത് അത്രമാത്രം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും അതിശയോക്തി അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ എന്തായാലും ഏറ്റവും അവസാനമായി 3:10
ക്ഷേത്രം അടയ്ക്കും. അതിനു മുൻപ് അവസാന വട്ടം ഒരു ദർശനത്തിനുള്ള സാധ്യത തേടി എത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് വലിയ ചൂടാണ് അനുഭവപ്പെട്ടത്. സാധാരണ ഈ പൊങ്കാല ദിവസങ്ങളിൽ ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്യാറുണ്ട്. അത് ഒരു വലിയ നിർവൃതിയാണ് ഈ ഭക്തരിൽ ഉണ്ടാക്കുക. അതൊരു അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ ഈ ക്ഷേത്ര പരിസരത്തൊന്നും ചാറ്റൽ മഴ ഉണ്ടായില്ല. അത് മാത്രമാണ് ഇനി കാത്തിരിക്കുന്നത്. അതിന്റെ ഒരു കുറവൊഴിച്ചാൽ ബാക്കിയെല്ലാം ഗംഭീരമായി തന്നെ ഇത്തവണത്തെ പൊങ്കാലയിൽ നടന്നു എന്ന് പറയാം. എന്തായാലും നിവേദ്യത്തിനുള്ള കാത്തിരിപ്പാണ്. ഇനിയും ആ കാത്തിരിപ്പ് നീളുകയാണ്. നിവേദ്യം കൂടി കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം വരാം എന്ന് പറഞ്ഞ് യാത്ര ചൊല്ലി പിരിയുന്ന മടക്ക യാത്രയുടെ ഒരു പരക്കം പാച്ചിലായിരിക്കും. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ വന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഇടങ്ങളുണ്ട്. അപ്പോൾ അത് പോകുന്നതിനുമൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. മടക്കയാത്രയ്ക്കുള്ള ഒരു ഒരുക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. ചിലർ ഒന്നുകൂടി അമ്മയെ കാണാൻ വേണ്ടി വരുന്നു. ഈ ഒരു തത്രപ്പാട്ട് ആണ് ഇപ്പോൾ നമ്മൾ ക്ഷേത്ര പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ചില പേരുകൾ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കും. അതിലൊന്നാണ് ചിപ്പി. ഇത്തവണയും മുടങ്ങിയില്ല. പതിവ് പോലെ ചിപ്പിയും പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു പൊങ്കാല. അതെ, ചിപ്പി ഇല്ലാതെ ഒരു പൊങ്കാലയില്ല. ഇത്തവണയും ചിപ്പി എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധി നാദിറയുമായി സംസാരിച്ചിരുന്നു ചിപ്പി. നമുക്ക് അതൊന്ന് കേട്ടുവരാം. ഒരുപക്ഷെ ഇത് കാണുന്ന ഭക്തജനങ്ങൾ, ഒരുപക്ഷെ ടിവിയിലൂടെ കാണുന്ന ഭക്തരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആറ്റുകാൽ പൊങ്കാലയോട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ചിപ്പി ചേച്ചി എവിടെയാണെന്നുള്ളത്. എനിക്കൊപ്പം ചിപ്പി ചേച്ചി ചേരുന്നുണ്ട്. ഹായ് ചേച്ചി. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം കാണുന്ന ചേച്ചീനായിരിക്കും. ഒരുപക്ഷെ ഈ വർഷം അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ വർഷം? ഈ വർഷം പൊങ്കാല അത് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരെണ്ണം കൂടെയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യത്തിലാണ്. ചേച്ചി വളരെ തിരക്കിലാണ്. ഒരുപക്ഷെ ഇവിടത്തെ വരുന്ന സെലിബ്രിറ്റി ഫേസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉള്ള ഒരു സ്പേസ് കൂടിയാണ് ഈ ഹോട്ടലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ വിജയത്തിനായിട്ട് ചേച്ചി പ്രാർത്ഥിക്കുകയും അത് വളരെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് അത് തിയേറ്ററിൽ കടന്നു പോവുകയും ചെയ്തു. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത? ഈ വർഷമില്ല, പുതിയ പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നല്ലതായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ സക്സസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് അനന്തപുരിയിലെ മനുഷ്യർ എന്നൊക്കെ ഉള്ളത് അല്ലെ, ആറ്റുകാലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, ഒരുപാട് വർഷമായി. ഒരു 20 വർഷത്തിനൊക്കെ മേലെയാവും എന്തായാലും. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും പൊങ്കാലിടണം ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതെ, എനിക്ക് കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എന്റെ വീട്. അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം. അവരുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ചിപ്പി ചേച്ചി സ്ഥിരം ഇടുന്ന പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത്. ഇവിടെ വല്ല പ്രത്യേകത? ഇവിടുത്തെ ഓണറൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അപ്പൊ മോഹൻ ചേട്ടനൊക്കെ എനിക്ക് സ്ഥലം ഇട്ടേക്കും വരുമ്പോ. പിന്നെ ക്ഷേത്രത്തിനടുത്താണ്, അപ്പൊ അങ്ങനെ ഒരു സൗകര്യം. കഴിഞ്ഞ ദിവസം പൊങ്കാല ക്ഷേത്രത്തിന്റെ സമീപത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതിന്റെ പിറകിൽ ഒരു മനസ്സിലൊരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു നേർച്ചയൊക്കെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. തിരക്കുകളുള്ള ഒരാൾ കൂടിയാണെങ്കിൽ പോലും ഇപ്പം ഏതൊക്കെ പായസം തയ്യാറായിട്ടുണ്ടായിരുന്നു? പൊങ്കാല, ശർക്കര പായസം, വെള്ളപ്പായസം, ഇപ്പൊ പയറുണ്ട് നടക്കണം. താങ്ക് യു സോ മച്ച്. അപ്പം വലിയ രീതിയിൽ തന്നെ ആഘോഷത്തോടു കൂടി തന്നെയാണ് പൊങ്കാല കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേർന്ന ചിപ്പി ചേച്ചിയായിരുന്നു. എന്തായാലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ദേവിയെ കണ്ട് തൊഴുത് മടങ്ങുന്നതിന് വേണ്ടി അവരുടെ പൊങ്കാലയെല്ലാം തയ്യാറായി കഴിഞ്ഞു. എല്ലാം അവിടെ സൂക്ഷിച്ച് ആഹാരം കഴിച്ച് ദേവിയെ കണ്ട് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. പുലർച്ചെ നമ്മൾ വന്ന സമയം മുതൽ കാണുകയാണ്. 4 മണിയോടുകൂടി 4 മണിക്ക് മുൻപ് തുടങ്ങിയ ഒരു ഒഴുക്കാണ്. അതിങ്ങനെ നിൽക്കാതെ പരിസരം എങ്ങനെയായിരുന്നു എന്ന് കണ്ടതാണ്. പക്ഷെ ഇതാ ഇപ്പോ വെള്ളം മറ്റ് എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ, അതിന്റെ ബാലൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴികളിലും ഒക്കെ കണ്ടതാണ്. പക്ഷെ നോക്കിക്കോ, ഒരു അത്ഭുതം പോലെ ഇവരെല്ലാം പിരിഞ്ഞു പോയാൽ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഇവിടം ക്ലീൻ ആകാനുള്ള എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും തയ്യാറാണ്. അതും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ആ ഒരു കോർഡിനേഷനോട് കൂടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയും ഒരു
അത്ഭുതവുമായി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സിറ്റിയിൽ ഉൾപ്പെടെ മൺകട്ടകൾ ഉൾപ്പെടെ മാറ്റി ചാരം ഉൾപ്പെടെ വൃത്തിയാക്കി വളരെ വേഗത്തിൽ യാത്ര സുഗമമാക്കുക എന്നതായിരിക്കും പിന്നീട് ചെയ്യാനുള്ളത്. 3500 ശുചീകരണ തൊഴിലാളികളെ ഇതിനുവേണ്ടി മാത്രം കണ്ടെത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറും. നഗരം പഴയ നഗരമായി മാറും. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ആതിഥേയത്വം എന്ന് പറയുന്നത്. എല്ലാ വാതിലുകളും, എല്ലാ വീടിന്റെയും വാതിലുകൾ കഴിഞ്ഞ 9 ദിവസമായിട്ടെങ്കിലും മിനിമം തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വരാം, വെള്ളമെടുക്കാം, ശുചിമുറികൾ ഉപയോഗിക്കാം, വേണമെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കാം. വീട് പോലും തുറന്ന് അവിടെ ആളുകൾക്ക് ആതിഥ്യം അരുളുന്ന ഒരുപാട് പേരുണ്ട്. വീട് മാത്രമല്ല, അതെ, നമ്മൾ സാധാരണ ചിലപ്പോൾ പറയും തെക്കനും വടക്കനും എന്നൊക്കെ പറഞ്ഞ് ചില വേർതിരിവ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പരസ്പരം കൊട്ടാൻ ഉപയോഗിക്കും. പക്ഷേ തെക്കർക്ക് അഭിമാനത്തോടു കൂടി എടുത്തു കാട്ടാനുള്ളതാണ് ഈ ആറ്റുകാൽ പൊങ്കാല. എങ്ങനെയാണ് തെക്കരുടെ ആതിഥേയത്വം, മര്യാദ എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ഓരോ വീടുകൾ, ഓരോ ക്ഷേത്രങ്ങൾ, ഓരോ ആരാധനാലയങ്ങൾ, അതിന്റെ കവാടം എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വലിയ ഒരു സൗഹാർദ്ദത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ സന്ദേശം ഉയർത്തുന്ന ആറ്റുകാൽ പൊങ്കാലയാണ്. ഇനിയുള്ള മണിക്കൂറുകളും അതിന്റെ തന്നെ കാഴ്ചകളായിരിക്കും നമുക്ക് സമ്മാനിച്ചുകൊണ്ട്. വീടുകൾ മാത്രമല്ല രേണുക, ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ എല്ലാം, മുസ്ലിംസിന് നോമ്പുതുറയാണ് എങ്കിൽ പോലും അവർ പള്ളികൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള സ്റ്റോറി എന്നുള്ളത്. ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മുടെ കേരളം. നമുക്ക് അഭിമാനമായി എന്നും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന, എപ്പോഴും നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു നമ്മുടെ സ്ഥിരം പൊങ്കാലയിൽ സ്ഥിരമായി വരുന്ന ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത്, ചിപ്പി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാജലക്ഷ്മിയാണ്. അതെ, പാട്ടുകാരി രാജലക്ഷ്മിയോട് നമ്മുടെ നാദിറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്തവണത്തെ രാജലക്ഷ്മിയുടെ വിശേഷങ്ങൾ? വിചാരിക്കുന്നത് നാദിറ ഒരു പാട്ടെങ്കിലും, അമ്മ സ്തുതിയിൽ ഒരു പാട്ടെങ്കിലും പാടിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഉണ്ടോന്ന് നോക്കാം. പൊങ്കാല ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ് രാജലക്ഷ്മി ചേച്ചി, പിന്നണി ഗായിക. ഒരുപക്ഷെ പൊങ്കാല ദിവസത്തിൽ ചിപ്പി ചേച്ചിക്കൊപ്പം എല്ലാ വട്ടവും പൊങ്കാല ഇടുന്ന ഒരാൾ കൂടിയാണ്. വലിയ സന്തോഷമുണ്ട്, കാരണം ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നതിൽ രാജലക്ഷ്മി ചേച്ചി മാത്രമല്ല നമുക്കൊപ്പം ഉള്ളത്, അമ്മയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അമ്മയും ഒരു അസാധ്യ പാട്ടുകാരിയാണ്. വലിയ സന്തോഷത്തോടു കൂടി ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രാജലക്ഷ്മിയുടെ ചേച്ചിയുടെ പ്രൊഫൈലൊക്കെ തന്നെ അമ്മയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആദ്യം അമ്മയോട് ചോദിക്കാല്ലേ, ഒരുപക്ഷെ അമ്മയുടെ എത്രാമത്തെ ഒരു പൊങ്കാലയാണ്? അഞ്ചാമത്തത്. ചേച്ചി ഒരുപക്ഷെ അഞ്ചാമത്തെ? അല്ല, ഞാൻ ഓൾമോസ്റ്റ് 15 or 20 ഒക്കെ ആയിട്ടുണ്ട്. അതിനടുപ്പിച്ചായി. അമ്മയുടെ റെക്കോർഡുകൾ ഭേദിച്ച് അല്ലെ ചേച്ചി? എറണാകുളമാണല്ലോ സ്ഥലം. അപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൊങ്കാല കൃത്യമായി ഇടുന്നത്. അപ്പൊ ആ വർഷമാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 20 അടുപ്പിച്ച് ഞാൻ ഇടുന്നുണ്ട്. അമ്മ ഇടയ്ക്ക് ഇപ്പൊ ഇനിയിപ്പോ അമ്മ റെഗുലർ ആവുമെന്നാണ് എനിക്ക് തോന്നണം. ഉറപ്പല്ലേ ഇനി തൊട്ട് റെഗുലർ ആയിട്ട് പൊങ്കാല ഇടാൻ സാധ്യതയുള്ള ഒരാളായിരിക്കും? അതെ. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത? പ്രത്യേകത ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ്. ആറ്റുകാൽ അമ്മയുടെ അടുത്ത് തന്നെ ഇടാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷം. അടുത്ത് തന്നെ ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് ഇടാൻ പറ്റും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെലിബ്രിറ്റി ഫേസസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇടുന്ന ഒരു സ്പേസിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഈ സ്പേസ്. കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇതിന് ഈ സ്ഥലത്തിനൊരു ആംബിയൻസ് ഉണ്ട്. കാരണം തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിന്റെ മണിയടിയും അത് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യണേ. പക്ഷെ അതിന്റെ പോലെ തന്നെ തിരക്കും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് അധികം ഉള്ളതുകൊണ്ട് ഒരുപാട് മീഡിയ, ജനങ്ങള്, ചിപ്പി ചേച്ചിയുടെ ചുറ്റിലും ഇങ്ങനെ വലിയ ജനാവലിയാണ്. എല്ലാ വർഷവും ചിപ്പി ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളാണ് ചുറ്റും. പ്രത്യേകിച്ച് TV കാണുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ആറ്റുകാലമ്മയുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചിപ്പി ചേച്ചിയുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ സെലിബ്രേഷനൊക്കെ തന്നെ നടക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചിപ്പി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അതിൽ പാട്ടുപാടിയ ഒരാൾ കൂടിയാണ് അല്ലേ? ചേച്ചി അന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി രാജീവ് പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഈശ്വര തുടരുന്നു. അപ്പോഴെനിക്ക് അറിഞ്ഞൂടാ ഞാനത് പാടുന്നുള്ളത് എനിക്കറിയില്ല. പാട്ട് തുടരും സിനിമയിൽ പാട്ട് പാടുന്നതിന് മുൻപായിരുന്നു പൊങ്കാല നടക്കുന്നത്. അതെ, അതിന്റെ വർക്ക് നടക്കുമ്പോഴല്ലേ, ഞാൻ അതിന് ശേഷമാണ് പാടുന്നത്. അപ്പൊ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസ് തന്നതാ എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത്തവണ വീണ്ടും അടുത്തിരുന്ന് തുടരും സക്സസ് ആയി. എന്നിട്ട് പൊങ്കാലയിടുമ്പോ ഒരു പ്രത്യേകത, വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്ന് പറയുന്നതിനൊരു ഒരു അടയാളം കൂടിയാണ് തുടരും എന്ന സിനിമ വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് കടന്നു പോവുകയും ചെയ്തു. വിജയത്തിന്റെ പിന്നിൽ ചേച്ചിയുടെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, അത് കണ്ട ആളാണ്. അതെ അതെ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ഈ വർഷം
അല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർഷം ഇന്നൊരു കാര്യം അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇതൊരു നല്ലൊരു അനുഭവമാണല്ലോ. പിന്നെ ഇത്തവണ ഒരുപാട് പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾക്ക് ഇപ്പം ഗൾഫ് മേഖലയിലുള്ളവരൊക്കെ ഇങ്ങ് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അല്ലാതെ കുറച്ച് പേർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് മനസ്സിലുണ്ട്. അവർക്കും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പൊങ്കാല ഇട്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികളൊക്കെ തന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ്. അവരുടെയൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന അവർക്കൊപ്പം എപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വർഷം ഏതൊക്കെ സിനിമ, ഇനിയിപ്പോ പുതിയ സിനിമകളൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നു? 2-3 സിനിമ 3-4 പാടിയിട്ടുണ്ട്. അതൊക്കെ ഇനി സിനിമയല്ലേ, ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അമ്മയെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി പാട്ടുകാരിയാകുന്നതിന് മുൻപ് തന്നെ വളരെ സിംഗറായിട്ട് പോപ്പുലർ ആയില്ലെങ്കിൽ പോലും തലയിലെഴുത്ത് എങ്കിൽ പോലും അസാധ്യമായി പാടുന്ന ഒരാളാണ്. ഒരുപക്ഷെ രാജലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം പാട്ടുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ അമ്മ ഇതെല്ലാം ഒരു റിട്ടയർഡ് ലൈഫ് പോലെയാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഞാനും പാടിയ ഒരു വീഡിയോ അമ്മ അറിഞ്ഞിട്ടില്ല, ഞാനെടുത്തത് ഫേസ്ബുക്കിലാണ് ഇട്ടത്. അപ്പൊ അത് കയറി ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയി. അപ്പോഴാണ് ആൾക്കാർക്ക് എന്റെ അമ്മ പാടുന്ന അറിയണത്. അപ്പൊ പിന്നെ ഞങ്ങൾ അതൊരു സ്വഭാവമാക്കി. അമ്മയെ കൊണ്ട് രണ്ടുപേര് പാടിപ്പിച്ചാലോ, എന്താ അഭിപ്രായം? അതെ അമ്മ പാട്ട്, കാരണം രാജലക്ഷ്മി ചേച്ചിയുടെ പാട്ട് ഒരുപക്ഷെ നമ്മളെല്ലാരും സ്ഥിരം. അതെ അപ്പം അമ്മ ഒരു 2 വരി പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക്, എനിക്കറിയാം ഇവിടത്തെ ഒരു അവസ്ഥയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ പോകുക, എന്നാലും 2 വരി നമുക്ക് വേണ്ടിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭക്തിയോടെ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരിയാണ് എനിക്ക് ഒപ്പം നിൽക്കുന്നത്. അതിന്റെ ഒരു കലാവാസന ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു രാജലക്ഷ്മി ചേച്ചിയിലൂടെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ചേച്ചി അമ്മയായിട്ട് പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ സ്ഥിരം കേൾക്കും എന്ന് പറഞ്ഞ ഒരു പക്ഷെ വിശ്വസിക്കുന്ന അറിയില്ല. അവസാനം ആ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന പാട്ട് ഞാൻ വളരെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു പാട്ടുകൂടെ. എന്തായാലും രാജലക്ഷ്മി ചേച്ചിയുടെ ഒരു ഫാൻസിന് ഒരു പക്ഷേ എന്നോട് പിണക്കം തോന്നണ്ടെന്ന് എഴുതിയിട്ട് 2 പാട്ട് നമുക്ക് അവിടെ നിന്നായാലോ? അപ്പൊ ദൂരെ പാടാം. അതൊക്കെ നല്ലത്. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് അല്ലേ, കാരണം ഭയങ്കര സന്തോഷം എന്നുള്ളത് വിളിച്ചപ്പോ തന്നെ അത് ഓടിയെത്തി. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ പൊങ്കാലിടാനും ഇതുപോലെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനും സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പൊങ്കാലയ്ക്ക് നാദരയാണ്. പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കണം, അമ്മ ആദ്യമായിട്ടൊരു മൈക്കിന് മുന്നിലേക്ക് നിൽക്കുന്നത് നാദരയ്ക്കൊപ്പമാണ്. അത് ഉറപ്പായിട്ടും അമ്മ ഇനി എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. പൊങ്കാലിടുമ്പോൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് അമ്മ. അപ്പോ പാട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം പാട്ട് ഉണ്ടായിരുന്നു. ദേവീ സ്തുതിയും മറ്റു പാട്ടുകളും ഒക്കെ നാദിറ എന്തായാലും രാജലക്ഷ്മിയെ കൊണ്ട് പാടിപ്പിച്ച് കലക്കി. എന്തായാലും ഒരുപാട് സെലിബ്രിറ്റികളും ഇത്തവണയും ഈ പൊങ്കാല നിവാദ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വർഷങ്ങളായി വരുന്ന ഒരുപാട് പേർ ഇത്തവണയും വന്നു. ജോമോൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നടികൾ വന്ന് ദർശനം നടത്തി മടങ്ങി പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി മാത്രമാണ് ഈ ദർശനത്തിനുള്ള സമയം എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. പുറത്തുനിന്ന് കണ്ടു മടങ്ങുന്നവരുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും അവരവരുടെ കലങ്ങൾക്കടുത്തേക്ക് പൊങ്കാലയ്ക്കടുത്തേക്ക് എത്തുകയാണ്. കാരണം അവിടെ ഇനിയിപ്പോൾ നിവേദ്യം തളിച്ച് അവിടെ നിന്നങ്ങ് മടങ്ങുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആളുകൾ അവിടെ അവരവരുടെ കലങ്ങൾക്കടുകിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന കാഴ്ച കണ്ടു. ശാന്തിമാരെല്ലാം ഓരോടത്തേക്കും തളിക്കുന്നതിന് വേണ്ടി ഓരോടത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പുഷ്പവൃഷ്ടി ഉൾപ്പെടെ ഉള്ള സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നവമി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരാനിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പൊ വന്ന കേരളത്തിന്റെ അങ്ങും ഇങ്ങുമുള്ള എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഓരോ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പോലെ ഇത്തവണയും എത്തിയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് പ്രാർത്ഥിച്ചിട്ടായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മകൾ അച്ഛന് വേണ്ടി പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും അച്ഛൻ മുഖ്യമന്ത്രിയാകണമോ എന്ന് പ്രാർത്ഥിച്ചാണോ പൊങ്കാല ഇട്ടത് എന്ന് നമ്മള് കാത്തിരിക്കാം അല്ലേ? അത് എന്തായാലും സാരംഗ് ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ മകളും കുടുംബവും അടക്കം ഇവിടെ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകൾ ഉണ്ണിമായ, പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉണ്ണിമായ നമ്മളോടൊപ്പം ചേരുന്നു. രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ തവണ ആയിരുന്നു ആദ്യമായിട്ടിട്ടത്. ഇത്തവണ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങള് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കുക, പിന്നെ അച്ഛന്റെ എഫേർട്സിനൊക്കെ നല്ലൊരു റിസൾട്ട് കാണണം, ഇതൊക്കെയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ അതായത് രണ്ടാമത്തെ തവണയാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. വലിയ നിർണായകമായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ അച്ഛന്റെ ഒരു വിജയം അത് ഒരു ഭരണമാറ്റത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്നുള്ളൊരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും. അങ്ങനെയില്ല. അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയാം. അച്ഛൻ ഇപ്പൊ കോൺഗ്രസിന് മൊത്തത്തിൽ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പം അത് നടക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാം. ആൾക്ക് അതാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം പ്രസന്റ്ലി നടക്കുന്ന കാര്യം നന്നായിട്ട് പോകണം. അതിന്റെ റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട് ഓരോ ദിവസവും. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോകണം എന്നാണ്. അടുത്ത തവണ ക്ലിഫ് ഹൗസിന് മുൻപിൽ നിന്ന് പൊങ്കാലിടാനുള്ള ഭാഗ്യം ഉണ്ടാവും? അതൊന്നും അറിയില്ല. അങ്ങനെ ഒന്നും ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതാണ് സത്യം. പ്രസന്റിൽ മാത്രമാണ്. ഇപ്പൊ പ്രസന്റ്ലി നന്നായിട്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇത്രയും വർഷം കൂടുതലല്ലേ, അപ്പം നമുക്കറിയാം ആളുടെ ഹാർഡ് വർക്കിന്റെ എന്തോരം ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എല്ലാ പോയിന്റിലും അങ്ങനെ തന്നെ പോകണം എന്നാണ്. അത്രേ ഉള്ളൂ. മറ്റു കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇടത്തിമാര് അതേ മുഖച്ഛായ ഉണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങളാണ്. എല്ലാ വർഷവും ഇപ്പൊ സെക്കൻഡ് ഇയർ രണ്ടാമത്തെ വർഷം. എങ്ങനെയുണ്ട് പൊങ്കാല? നന്നായിട്ട് ചെയ്യാൻ പറ്റി. ദേവിയുടെ അനുഗ്രഹമായിട്ട് കരുതുന്നു. മകളിപ്പോ പറഞ്ഞത് അച്ഛന്റെ വിജയടക്കാണ് പ്രാർത്ഥിച്ചത്. അതെ, തീർച്ചയായിട്ടും ചേട്ടന്റെ ലക്ഷ്യം നടക്കട്ടെ എന്ന്. ചേട്ടനൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അത് നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. എല്ലാവരും രണ്ടാമത്തെ തവണ തന്നെയാണ്? ഇല്ല, ഇവരൊക്കെ ആദ്യത്തെ തവണ, ഞാൻ രണ്ടാമത്തെ തവണ. എനിക്ക് കഴിഞ്ഞോണം വരാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? എനിക്ക് അതിന്റെ സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. സന്തോഷം, അത്രയ്ക്ക് സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് അമ്മ? നന്നായിരിക്കണു. പൊങ്കാല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം. പ്രാർത്ഥനകളില് പ്രതിപക്ഷ നേതാവിന്റെ വിജയം അത് എല്ലാവർക്കും, എന്റെ കുടുംബത്തിൽ നല്ലത് നന്മ വരണം എന്നുള്ളത് മാത്രം. എല്ലാവർക്കും. മൂത്തേട്ടന്റെ വൈഫ് നന്നായിരുന്നു. എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും. നല്ല രീതിയിൽ പൊങ്കൽ അർപ്പിക്കാൻ. നല്ല രീതിയിൽ അർപ്പിക്കാൻ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത്തരത്തിലാണ് വലിയ പ്രതീക്ഷകൾ. രാഷ്ട്രീയ കേരളത്തിന് വലിയ മാറ്റമടക്കം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കന്റോൺമെന്റ് ഹൌസിന് മുൻപിൽ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പൊങ്കാലർപ്പിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാലും പ്രതിപക്ഷ നേതാവിന്റെ മകളും കുടുംബവും ഒക്കെ എന്തായിരിക്കും പ്രാർത്ഥിക്കാന്ന് നമ്മൾ ഊഹിക്കുന്നുണ്ട്. ഒരു ഭരണമാറ്റം. അതെ, ഒരു ഭരണമാറ്റം. ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എന്താ പക്ഷെ അത് ഡയറക്റ്റ് പറയുന്നില്ല. അച്ഛനൊരു ലക്ഷ്യമുണ്ട്, അത് നടക്കട്ടെ എന്നൊരു ആഗ്രഹമാണ് പറയുന്നു. എന്തായാലും ആ ആഗ്രഹം എന്താണെന്ന് ഓരോ മലയാളികൾക്കും അറിയാമെന്നുള്ളതാണ്. എന്തായാലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുടെ ഒരു പരിച്ഛേദം തന്നെ ആറ്റുകാലിൽ എത്തുന്നുണ്ട്. അപ്പോ ആ പരിച്ഛേദത്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന്റെ മക്കൾ എന്ന് പറയുന്നത്. നമുക്കിപ്പം മേയർ വി രാജേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഒരു വലിയ ഉത്തരവാദിത്വമില്ലേ, അതായത് പരിസമാപ്തിയോട് അടുത്ത വളരെ സന്തോഷമുണ്ട്. വളരെ സംതൃപ്തരാണ് ഞങ്ങൾ. കാരണം ഏറെക്കുറെ ഇപ്പൊ പൊങ്കാല കഴിഞ്ഞു നിവേദ്യത്തിലേക്ക് പോവുകയാണ്. മനോഹരമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന പൊങ്കാലയാണ്. ആ പൊങ്കാലയിൽ വളരെ സന്തോഷത്തോടെ മനോഹരമായി പൊങ്കാലയിടാൻ സാധിച്ചു. ഭക്തനിർഭരമായ ചടങ്ങുകളുടെ എല്ലാം സാധിച്ചു. ഇപ്പൊ ക്ലീനിങ് ഞങ്ങളുടെ ജോലി 5 വർഷം തുടങ്ങുകയാണ്. ഇതുവരെ ഒരു ഭംഗിയായി കൂടിയായിരിക്കും. ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും വലിയ ഉത്സവമാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആ പൊങ്കാല ആഘോഷിക്കാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാവരും സഹകരിക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മോടൊപ്പം മുൻ